ഡോ, ഈ കടിയൻ സിംഹത്തെ എവിടെ കാണാം? ആരാ? കടിയൻ സിംഹം ആരാണെന്നോ? ഈ കാട്ടിൽ താമസിക്കുന്ന ഒരു സിംഹമാണ് കടിയൻ സിംഹം. കടിയൻ സിംഹം ആരാണെന്നല്ല, നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്. ഞാൻ സിംഹമല്ല, ഒരു ചെന്നായയാണ്. അടുത്ത കാട്ടിൽ നിന്ന് വരുന്നു. പണ്ട് കുറെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പാട്ട് കൊണ്ട് ജീവിക്കാനുള്ള വക കിട്ടാതായി. അതോടെ ഞാൻ ഗദയുണ്ടാക്കുന്ന പണി തുടങ്ങി. ഗദയോ? അതെ, ഇര പിടിക്കുന്നവർക്ക് ഉപയോഗിക്കാം, ശത്രുക്കളെ നേരിടാനും ഉപയോഗിക്കാം. ഒറ്റയടിക്ക് മുതുകു ചുളങ്ങും, എല്ല് നുറുങ്ങും, ആമാശയം കലങ്ങും. ആനയെ തല്ലാം, സിംഹത്തെ തല്ലാം, പുഴുവിനെ തല്ലാം, പാമ്പിനെ തല്ലാം. ഏ, എങ്കിലൊരു ഗദ ഞങ്ങൾക്ക് തരാമോ? വില തരാം. പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയ ഗദ ഞാൻ എൻ്റെ കാട്ടിലേ കൊടുക്കൂ. അതൊക്കെ പോട്ടെ, കടിന്റെ ഗുഹ എവിടെ? അത് പറ. നേരെ നടന്നാൽ വലത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ നടക്കണം. കടിയനെ പരിചയമുണ്ടോ? ഇല്ല, പരിചയപ്പെടാനാ പോകുന്നത്. എന്നിട്ടിത് സമർപ്പിക്കണം. ഏ, എങ്കിലൊരു ഗത ഞങ്ങൾക്കും വേണം. ഗത ഈ കാട്ടിൽ വിൽക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ശരു, ഇവനാണ് തരികിടയാ. നമുക്ക് തരാതെ ഗത കടിയന് മാത്രം കൊടുക്കാനുള്ള പരിപാടിയാ. ഇനി കടിയന്റെ അടി ഗത കൊണ്ടായിരിക്കും. എങ്കിൽ താൻ കടിയനും ഇത് കൊടുക്കണ്ട. ആഹാ, ഭീഷണിയാണോ? ഞാനിത് കൊടുത്താൽ തനിക്ക് എന്താണോ? കടിയന് മാത്രമായി താൻ ഈ കാട്ടിൽ ഗത കൊടുക്കണ്ട, മനസ്സിലായോ? ഗതയോ? ഗത ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ കടിയനെ സമർപ്പിക്കുമെന്ന് പറഞ്ഞതോ? അത് കടിയനെ പറ്റി ഞാൻ എഴുതിയ ഈ പാട്ടിന്റെ കാര്യമല്ലേ. വരികൾ മറന്നു പോകാതിരിക്കാനാ ഞാൻ എൻ്റെ ഈ ഗതയിൽ എഴുതിക്കൊണ്ട് വന്നത്. നിങ്ങളെയും കേൾപ്പിക്കാം. ഉടയവനല്ലോ കടിയൻ, ഉടയവനല്ലോ. അടിമകളല്ലോ ഞങ്ങൾ, അടിമകളല്ലോ. ഓ ഓ ഓ. ഗത കൊണ്ടുള്ള അടിയായിരുന്നു ഭേദം.